ബിഗ് ബോസ് മലയാളം സീസൺ 7 നാളത്തെ പ്രൊമോ റിലീസായിരിക്കുകയാണ്. പ്രൊമോയിൽ പൊരിഞ്ഞാടി നടക്കുന്ന സീനാണ് കാണിച്ചിരിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാവുകയും പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തെന്നാൽ ഇന്ന് ലാലേട്ടൻ ഓരോരുത്തരെ മത്സരാർത്ഥികളെയും അകത്ത് പ്രവേശിച്ചപ്പോൾ വൈകുന്നേരത്ത് നമ്മൾ വീഡിയോ ഇട്ടതായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടാസ്ക് കൊടുക്കുമായിരുന്നു. അവരവരുടെ ബാഡ്ജ് ആദ്യം ഏറ്റവും പെട്ടെന്ന് കണ്ടെത്തി കഴുത്തേലിടുന്ന കണ്ടസ്റ്റൻ്റ് ആരാണോ അവരിൽ വിജയികളായിട്ട് പ്രഖ്യാപിക്കുമെന്ന്. അതിൽ സ്കോർ ചെയ്തിരുന്നത് ആദ്യം 19 സെക്കൻഡ് കൊണ്ട് ആര്യനും 29 സെക്കൻഡ് കൊണ്ട് ബെന്നിയും അതോടൊപ്പം തന്നെ ഷാനവാസുമായിരുന്നു വിജയികളായത്. ഈ 3 മത്സരാർത്ഥികൾക്കും ബിഗ് ബോസ് ഒരു 3 ബാഡ്ജുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കയ്യിൽ ധരിക്കുവാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഡ്രസ്സുകൾ സ്വന്തമാക്കണമെങ്കിൽ ഇവരുടെ 3 പേരുടെയും കയ്യിലിരിക്കുന്ന ബാഡ്ജ്, ഈ 3 പ്രൈസും കിട്ടിയവരുടെ ബാഡ്ജുകൾ മറ്റുള്ള മത്സരാർത്ഥികൾ എടുത്താൽ മാത്രമേ അവർക്ക് ഇന്നു മുതൽ അവരുടെ ഡ്രസ്സുകൾ സ്വന്തമാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ അവരുടെ പെട്ടികളിലെല്ലാം കല്ലും മണ്ണും തടികളും ഒക്കെയാണ് അവർക്ക് ഓരോരുത്തരുടെയും പേരിൽ വന്ന പെട്ടികളിൽ വന്നത്. വിന്നിങ് ചെയ്ത 3 പേർക്ക് മാത്രമേ സ്വന്തം ഡ്രസ്സുകൾ വന്നിട്ടുള്ളൂ. ആരാണോ ഈ ബാഡ്ജ് സ്വന്തമാക്കുന്നത് അവർക്കാണ് അവരുടെ ഡ്രസ്സുകൾ വരികയും ഈ നഷ്ടപ്പെട്ട ആളുടെ ഡ്രസ്സ് തിരികെ പോവുകയും ചെയ്യുമെന്നായിരുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. ഇതിനെ തുടർന്ന് ടാസ്ക് കൊടുക്കുകയായിരുന്നു ഇവർക്ക്. ഈ ബാഡ്ജ് എങ്ങനെയെങ്കിലും ഇന്നത്തെ ദിവസം കൊണ്ട് സ്വന്തമാക്കുന്നത് ആരാണോ അവർക്ക് അവരുടെ ഡ്രസ്സുകൾ കയ്യിലെത്തിച്ചേരുമെന്നുള്ളത്. അതിനെ തുടർന്ന് പിടിയും വലിയാവുകയും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടെടുക്കാൻ നോക്കുകയും അങ്ങനെ ഒരു ബാത്റൂമിൽ കയറി ഒളിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ കോമണറായ അനീഷ് പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് മോശപ്പെട്ട പ്രവണതയാണ് എന്ന് പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാകുന്നു. രഞ്ജിത്ത് മുനിഷിയും ഷാനവാസും തമ്മിൽ സംസാരമാകുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളിൽ മുറുകുകയാണ്. എന്തായിരിക്കും ഒടുവിൽ സംഭവിക്കുക എന്നറിയത്തില്ല. എന്തായിരുന്നാലും പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ബാഡ്ജ് സ്വന്തമാക്കുവാൻ വേണ്ടി ഉള്ള വാക്കുതർക്കങ്ങളാണ് നടക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം നാളെ എന്താകുമെന്ന്.